2010 മാർച്ച് 20 കാനഡ. അന്ന് വൈകുന്നേരം 7 മണിക്ക് ഗാലപ്പിംഗ് ഗൂസ് ട്രെയിൽ എന്ന സ്ഥലത്തുകൂടി ഹൈക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ചുപേർ അവിടെയുള്ള ഒരു ചെറിയ പാലത്തിനടിയിൽ നിന്നും പുക വരുന്നതായി ശ്രദ്ധിച്ചു. അതെന്താണെന്നറിയാൻ അവിടെ പോയി ചെക്ക് ചെയ്തപ്പോൾ അവർ കണ്ടത് കത്തിക്കരിഞ്ഞ ഒരു മനുഷ്യ ശരീരം. ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് പോലീസും എത്തിച്ചേർന്നു. പക്ഷേ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആ ശരീരം കരിഞ്ഞുപോയിരുന്നു. പിന്നീട് ഡെന്റൽ റെക്കോർഡ്സിന്റെ സഹായത്തോടു കൂടി ആ ശരീരം കിംബർലി പ്രോക്ടർ എന്ന 18 വയസ്സുകാരിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഒരു 18 വയസ്സുകാരിയെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയതാരാണെന്ന് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് വേൾഡ് ഓഫ് വാർക്രാഫ്റ്റ് എന്ന ഗെയിം ഓൺലൈൻ ചാറ്റ്സിന്റെ 1.4 ബില്യൺ പേജസ് ഓഫ് ഡേറ്റ ട്രാൻസ്ക്രിപ്ഷനിൽ നിന്നും ഒരു ക്ലൂ കണ്ടെത്തി. കൊലയാളികളെ കണ്ടെത്താൻ സഹായിച്ചതും ആ ക്ലൂ ആണ്. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. കാനഡയിലെ വാൻകൂവർ ഐലാൻഡിൽ താമസിച്ചിരുന്ന ഫ്രെഡിന്റെയും ലൂസിയുടെയും മകളായി 1992 ജനുവരി 1 കിംബർലിയുടെ ജനനം. കുട്ടിക്കാലം മുതൽക്കേ ഒരു മൃഗസ്നേഹിയായിരുന്ന കിംബർലി അവളുടെ വീട്ടിൽ ധാരാളം പെറ്റ്സിനെ വളർത്തിയിരുന്നു. സമപ്രായത്തിലുള്ള മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിനേക്കാൾ തന്റെ വീട്ടിലെ പെറ്റ്സിനൊപ്പമാണ് കിംബർലി കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നത്. മാത്രമല്ല, പൂച്ചകളെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന കിംബർലിക്ക് പൂച്ചകളുടെ ചിത്രമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിൽ പോകുന്ന ശീലവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മറ്റു കുട്ടികളുടെ പരിഹാസത്തിനും നിരന്തരം ഇരയായിരുന്നു. ഹൈസ്കൂളിലായപ്പോഴും അതിന് യാതൊരു മാറ്റവുമില്ല എന്ന് കണ്ടപ്പോൾ കിംബർലിയുടെ പേരൻസ് അവളെ മറ്റൊരു സ്കൂളിൽ ചേർത്തു. അതൊരു ആൾട്ടർനേറ്റീവ് സ്കൂളായിരുന്നു. മറ്റു സ്കൂളുകളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കി TC വാങ്ങി വരുന്ന കുഴപ്പക്കാരായ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു ആൾട്ടർനേറ്റീവ് സ്കൂളിലാണ് ഇപ്പോൾ കിംബർലി ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പയ്യനാണ് ക്രൂസ് വെൽവുഡ്. ക്രൂസ് ഇതിനു മുൻപ് പഠിച്ചിരുന്ന സ്കൂളിൽ ഒരു കുട്ടിയുടെ മൂക്കും മറ്റൊരു കുട്ടിയുടെ തലയും ഇടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ക്രൂസിന് 7 വയസ്സുള്ളപ്പോൾ തന്നെ അവന്റെ അച്ഛൻ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കുറ്റത്തിന് ജയിലിലായതാണ്. സ്വന്തം അമ്മയെ തന്നെ 2 തവണ തല്ലിയ ക്രൂസിനെ ആന്റി ഫീമെയിൽ എന്നാണ് ടീച്ചേഴ്സ് വിശേഷിപ്പിച്ചത്. അതേപോലെയുള്ള മറ്റൊരു സ്റ്റുഡന്റായ കാമറോൺ 5ാം ക്ലാസ് മുതൽ ക്രൂസിന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. 10 വയസ്സുള്ളപ്പോൾ തന്നെ ഇവർ രണ്ടും ചേർന്ന് ക്ലാസ് കട്ട് ചെയ്ത് മദ്യപാനവും സിഗരറ്റ് വലിക്കാനും തുടങ്ങിയതാണ്. അത് പിന്നീട് ഡ്രഗ്സ് അഡിക്ഷനും കാരണമായി. പ്രീ സ്കൂളിൽ വെച്ച് തന്നെ കുരുത്തക്കേട് ആരംഭിച്ച കാമറോൺ മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ 2 തവണ സസ്പെൻഷനും വാങ്ങി. വീട്ടിലെ നായയെ ചവിട്ടി നോവിക്കുന്നതും സ്വന്തം പെങ്ങളെ അടിക്കുന്നതുമൊക്കെ അവരൊരു ഹരമായിരുന്നു. അങ്ങനെ 16 വയസ്സുള്ള കാമറോണിനും 17 വയസ്സുള്ള ക്രൂസിനുമൊപ്പം 18 വയസ്സുള്ള കിംബർലി ഫ്രണ്ട്ഷിപ്പ് ആരംഭിച്ചു. ഇതേ സമയം കിംബർലി മറ്റൊരു പയ്യനുമായി പ്രണയത്തിലായെങ്കിലും പെട്ടെന്ന് തന്നെ ആ പയ്യൻ ബ്രേക്കപ്പ് എടുത്തുപോയി. ഈ കാര്യം അവൾ ക്രൂസിനോടും കാമറോണിനോടും ഓൺലൈനായി പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കിംബർലിയോട് ഫ്ലർട്ട് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല, കിംബർലി ക്രൂസിനൊപ്പം 2 തവണ ഡേറ്റിങ്ങിന് പോയെങ്കിലും അതിനുശേഷം കിംബർലി ഡേറ്റിങ്ങിന് തയ്യാറായില്ല. ഈ കാരണത്താൽ കിംബർലിയോട് വൈരാഗ്യം തോന്നിയ ക്രൂസ് അവളോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. കുട്ടിക്കാലം മുതൽക്കേ ഫ്രണ്ട്സായ ക്രൂസിനും കാമറോണിനും ആദ്യം പറഞ്ഞ ദുശീലങ്ങൾക്കൊപ്പം അഗ്രസീവായിട്ടുള്ള പോൺ വീഡിയോസ് കാണുകയും അതേപോലെ ഒരു പെണ്ണിനെ നേരിട്ട് ചെയ്താൽ എങ്ങനെയുണ്ടാകുമെന്ന് ഡിസ്കസ് ചെയ്യുന്നുമുണ്ടായിരുന്നു. 2010 മാർച്ച് 17 ക്രൂസ് കിംബർലിക്ക് മെസ്സേജ് അയച്ച് നാളെ നീ ഫ്രീ ആണെങ്കിൽ നമുക്കടുത്ത ഡേറ്റിംഗ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് കിംബർലി മറുപടി പറഞ്ഞതും ക്രൂസ് കിംബർലിയെ കോൾ ചെയ്ത് 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. ഇതേ സമയം ക്രൂസ് കിംബർലി അറിയാതെ കാമറോണിനെ കോൾ ചെയ്ത് കോൺഫറൻസിൽ ഇട്ടു. സോ ഇവര് സംസാരിക്കുന്നതെല്ലാം സൈലന്റ് ആയിരുന്ന് കാമറോണും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നാളെ രാവിലെ നിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ മീറ്റ് ചെയ്യാമെന്ന് കിംബർലി സമ്മതിച്ചു. ഈ കോളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ ക്രൂസും കാമറോണും മെസ്സേജിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. നാളെ അവളുടെ നോസ് റിംഗ് ഞാൻ പറിച്ചെടുക്കുമെന്ന് ക്രൂസ് പറഞ്ഞപ്പോൾ അവളെ കെട്ടിയിട്ട് റേപ്പ് ചെയ്യണമെന്നായിരുന്നു കാമറോണിന്റെ റിപ്ലൈ. അവളെ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചോ അതെല്ലാം നാളെ അവളെ ചെയ്യണമെന്ന് അവർ പരസ്പരം മെസ്സേജ് അയച്ചു. ഇതൊന്നും അറിയാതെയാണ് പാവം കിംബർലി ക്രൂസിനോട് കോളിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം 2010 മാർച്ച് 18 രാവിലെ 10:30 കിംബർലി ക്രൂസിനെ ബസ് സ്റ്റോപ്പിൽ മീറ്റ് ചെയ്തു. ഇതേ സമയം കാമറോൺ അടുത്തുള്ള ഒരു സ്റ്റോറിൽ നിന്നും ക്യാമ്പിംഗ് ഫ്യൂവൽ വാങ്ങുകയായിരുന്നു. അപ്പോഴാണ് ക്രൂസ് കിംബർലിയെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെ ക്രൂസും കിംബർലിയും ക്രൂസിന്റെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. വഴിയിൽ വെച്ച് കാമറോണും അവർക്കൊപ്പം ചേർന്നു. ആയതിനാൽ എപ്പോഴത്തെയും പോലെ ഇതൊരു ഗ്രൂപ്പ് മീറ്റിംഗ് ആണെന്ന് കരുതി കിംബർലി അവർക്കൊപ്പം ക്രൂസിന്റെ വീട്ടിലേക്ക് കയറി.
ഉടൻ തന്നെ ക്രൂസും ക്യാമറോണും ചേർന്ന് കിംബർലിയെ ആക്രമിക്കാൻ തുടങ്ങി. അവളുടെ കൈയും കാലും കെട്ടി വായിൽ ഒരു സോക്സും തിരികെ കയറ്റി ഒരു ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ചിട്ട് മണിക്കൂറുകളോളം കിംബർലിയെ മർദ്ദിച്ച് റേപ്പ് ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെ ചെയ്യണമെന്നാണോ അവർ രണ്ടുപേരും പ്ലാൻ ചെയ്തത് അതെല്ലാം അവർ കിംബർലിയെ ചെയ്തു. അതിനുശേഷം അവർ കിംബർലിയെ വീട്ടിലെ ഫ്രീസറിനുള്ളിൽ അടച്ചു വെച്ചു. ഇതേ സമയം ക്രൂസ് അവന്റെ ലാപ്ടോപ്പിൽ നിന്നും കിംബർലിക്ക് ഒരു മെസ്സേജ് അയച്ചു. ഇന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതല്ലേ, എന്നിട്ട് എന്താണ് വരാഞ്ഞത് എന്നായിരുന്നു ആ മെസ്സേജ്. പോലീസ് പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുമ്പോൾ തന്നെ സംശയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ക്രൂസ് അങ്ങനെയൊരു അതിബുദ്ധി കാണിച്ചത്. ഇതേ സമയം ഫ്രീസറിനുള്ളിലിരുന്ന കിംബർലി ശ്വാസം മുട്ടി മരണപ്പെട്ടു. പിന്നീട് നടന്ന ഓട്ടോപ്സി റിപ്പോർട്ടിലൂടെ ശ്വാസം മുട്ടിയാണ് കിംബർലി മരണപ്പെട്ടതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ക്രൂസും ക്യാമറോണും ചേർന്ന് കിംബർലിയുടെ ബോഡി ഒരു ഹോക്കി ബാഗിലാക്കി ബസ് കയറി ഗാലപ്പിംഗ് ഗൂസ് ട്രെയിൽ എന്ന ഹൈക്കിംഗ് ട്രെയിലെത്തി. അവിടെയുള്ള ഒരു പാലത്തിനടിയിൽ പോയി ക്യാമറോൺ ഓൾറെഡി വാങ്ങിവെച്ചിരുന്ന ഫ്യൂവൽ ഒഴിച്ച് കിംബർലിയുടെ ബോഡി അവർ കത്തിച്ചു. അവിടെ വെച്ച് ക്രൂസ് തന്റെ ഫോണിൽ വന്ന ഒരു മെസ്സേജിന് റിപ്ലൈയും ചെയ്തു. പക്ഷേ അത് തനിക്കെതിരെയുള്ള ഒരു തെളിവാകുമെന്ന് അപ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം അവർ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. ക്യാമറോൺ തന്റെ ഫാമിലിയുമൊത്ത് പുറത്തുപോയി ഡിന്നർ കഴിച്ചപ്പോൾ ക്രൂസ് അന്ന് തന്നെ മറ്റൊരു പെൺകുട്ടിയുമായി അവന്റെ വീട്ടിൽ ഡേറ്റിംഗും ചെയ്തു. ഇതേ സമയം കിംബർലിയുടെ മാതാപിതാക്കൾ അവളെ കാണാതെ വിഷമിച്ച് തിരയുകയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത്. അതുവഴി പോയ ഹൈക്കേഴ്സ് കിംബർലിയുടെ ബോഡി കണ്ട് പോലീസിനെ അറിയിച്ചു. ഡെന്റൽ റെക്കോർഡ്സിന്റെ സഹായത്തോടു കൂടി ശരീരം കിംബർലിയുടേതാണെന്ന് സ്ഥിരീകരിച്ച പോലീസ് ഉടൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. കൊല നടന്ന് 5 ദിവസങ്ങൾക്ക് ശേഷം ക്രൂസ് അവന്റെ ഓൺലൈൻ ഗെയിമിംഗ് ഗേൾഫ്രണ്ടിനോട് നടന്ന കാര്യങ്ങളെല്ലാം ഗെയിമിന്റെ ചാറ്റ് റൂമിൽ പറഞ്ഞു. നോർമൽ ചാറ്റിൽ പറഞ്ഞാൽ പോലീസ് കണ്ടുപിടിക്കുമെന്ന് കരുതിയാണ് അവൻ വേൾഡ് ഓഫ് വാർക്രാഫ്റ്റ് എന്ന ഗെയിമിന്റെ ചാറ്റ് റൂമിൽ ഇതെല്ലാം പറഞ്ഞത്. ഇതെല്ലാം കേട്ട് ആ പെൺകുട്ടി നീ ചെയ്ത തെറ്റിൽ നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു ക്രൂസിന്റെ മറുപടി. മാത്രമല്ല സ്കൂളിൽ മറ്റു കുട്ടികൾ കിംബർലിയെ പറ്റി ചർച്ച ചെയ്തപ്പോൾ അവൾ ചത്തത് നന്നായി, എനിക്ക് അവളോട് വെറുപ്പായിരുന്നെന്നും ക്രൂസ് പറഞ്ഞു. ഇതിനെല്ലാം പുറമെ ക്രൂസ് ക്യാമറോണിന് ഒരു മെസ്സേജും അയച്ചു. ഇതുവരെ നമ്മളെ പോലീസ് പിടിച്ചില്ലല്ലോ, ഇതിത്ര ഈസി ആയിരുന്നെന്ന് ഞാൻ കരുതിയില്ല, അവളെ കൊന്ന പോലെ നമുക്ക് വേറെ ആരെങ്കിലും കൂടി ട്രൈ ചെയ്യണമെന്നായിരുന്നു ആ മെസ്സേജ്. എന്നാൽ ഇതേ സമയം പോലീസ് ഇവരെ രണ്ടുപേരെയും രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ക്രൂസിന്റെയും ക്യാമറോണിന്റെയും ഫോണിലും വീട്ടിലും എല്ലാം തന്നെ പോലീസ് ഫുള്ള് ബഗ്സ് വെച്ചു. അവരുടെ ഓൺലൈൻ ചാറ്റ്സ്, ഓൺലൈൻ ആക്ടിവിറ്റീസ്, ഓൺലൈൻ സെർച്ചസ് ഇതെല്ലാം പോലീസ് റിട്രൈവ് ചെയ്തു. അങ്ങനെ മൊത്തം 1.4 ബില്യൺ പേജസ് ഓഫ് ഡേറ്റ എവിഡൻസ് ആയി പോലീസ് കളക്ട് ചെയ്തു. ഒടുവിൽ 2010 ജൂൺ 18 ക്രൂസും ക്യാമറോണും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവർ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ രണ്ടുപേരും അപ്പോൾ പ്രായപൂർത്തിയായിരുന്നില്ലെങ്കിൽ പോലും മുതിർന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് കോടതി അവർക്ക് നൽകിയത്. കൊല നടന്ന് 1 വർഷത്തിന് ശേഷം ക്രൂസിനും ക്യാമറോണിനും കാനഡ കോർട്ട് പരോളില്ലാത്ത 10 വർഷം തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ കോടതി വിധിയിൽ കിംബർലിയുടെ മാതാപിതാക്കൾ തൃപ്തരായിരുന്നില്ല. തങ്ങളുടെ മകളെ കൊന്ന അതേ രീതിയിൽ തന്നെ അവർ രണ്ടുപേരെയും വേദനിപ്പിച്ചു കൊല്ലണമെന്നായിരുന്നു കിംബർലിയുടെ മാതാപിതാക്കൾ അഭിപ്രായപ്പെട്ടത്. പക്ഷേ കാനഡയുടെ നിയമവ്യവസ്ഥയിൽ വധശിക്ഷയില്ല. സോ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നമ്മളോട് സംസാരിച്ച് പരിചയപ്പെടുന്ന എല്ലാവരുടെയും ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. സോ നമ്മളെപ്പോഴും കെയർഫുൾ ആയിരിക്കണമെന്ന് ഈ സംഭവം ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.